Hello everyone, welcome to the presentation on issue of debentures from price point of view. Issue of debentures from price point of view will be treated exactly as issue of shares. നമ്മൾ ഷെയർസിൻ്റെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന ഷെയർസ് എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത് മൂന്ന് രീതിയിൽ അതേ പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെയുള്ള കാര്യങ്ങളാണ് ഡിബെഞ്ചേഴ്സിലും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ മൂന്ന് ടൈപ്പ് ഓഫ് ഇഷ്യൂസാണ് ഡിബെഞ്ചേഴ്സിൻ്റെ കേസിലും സംഭവിക്കുന്നത്. ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് അറ്റ് പാർ വാല്യൂ, ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് അറ്റ് പ്രീമിയം പ്രൈസ് ആൻഡ് ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് അറ്റ് ഡിസ്കൗണ്ടഡ് പ്രൈസ്. So when the issue of debentures has been made at par value, it means that the issue price will be equal to its face value. Premium price ന് ഇഷ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഫേസ് വാല്യൂവിനേക്കാളും പ്രൈസ് കൂട്ടിയിട്ടിട്ടാണ് നമ്മൾ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ then that kind of an issue is known as issue of debentures at premium. ലൈക്ക്വൈസ് നമ്മൾ ഫേസ് വാല്യൂവിൽ നിന്ന് എമൗണ്ട് കുറച്ചിട്ടിട്ടാണ് ഇഷ്യൂ ചെയ്യുന്ന പ്രൈസ് ഫിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ ദ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് വിൽ ബി ട്രീറ്റഡ് ആസ് ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് അറ്റ് ഡിസ്കൗണ്ട്. സേ ഫോർ എക്സാമ്പിൾ 100 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു ഡിബെഞ്ചർ നമ്മൾ 100 രൂപയ്ക്ക് തന്നെ ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദെൻ സച്ച് ആൻ ഇഷ്യൂ ഇസ് നോൺ ആസ് ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് അറ്റ് പാർ വാല്യൂ. ഇതേ 100 രൂപയുള്ള ഡിബെഞ്ചർ നമ്മൾ 110 രൂപയ്ക്കാണ് ഓഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദെൻ ദാറ്റ് കൈൻഡ് ഓഫ് എൻ ഇഷ്യൂ ഇസ് നോൺ ആസ് ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് അറ്റ് പ്രീമിയം ബിക്കോസ് ദ ഇഷ്യൂ പ്രൈസ് ഇസ് മോർ ദാൻ ഇറ്റ്സ് ഫേസ് വാല്യൂ. ഇതേ 100 രൂപയുടെ ഡിബെഞ്ചർ തന്നെ 90 രൂപയ്ക്കാണ് നമ്മൾ ഓഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ 10 രൂപ ഡിസ്കൗണ്ട് ആയിട്ടാണ് ചെയ്യുന്നത്. ദ ഫേസ് വാല്യൂവിനേക്കാളും താഴെയാണ് ഇഷ്യൂ പ്രൈസ് നിൽക്കുന്നത്. So such an issue of debenture is known as issue of debentures at discount. Thus the three kinds of issues we can make is issue of debentures at par value, at premium value and at discount value. Let's see how these three kinds of issues will be journalized. Par value lana debentures issue ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ the journal entry is like bank account debtor to debentures account. ഫേസ് വാല്യൂ എത്രയാണോ ഡിബെഞ്ചറിൻ്റെ വരുന്നത് അത് തന്നെയാണ് നമ്മളിവിടെ എമൗണ്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ആൻഡ് ഇഫ് ദി ഡിബെഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം പ്രൈസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലേക്ക് പ്രീമിയം എമൗണ്ട് പോസ്റ്റ് ചെയ്ത് ക്രെഡിറ്റ് ചെയ്ത് കാണിക്കേണ്ടതായിട്ടുണ്ട്. സോ ദ ജേർണൽ എൻട്രി ഇൻ ദ കേസ് ഓഫ് ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് അറ്റ് പ്രീമിയം ഇസ് ദാറ്റ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ നടത്തി ടോട്ടൽ എത്ര എമൗണ്ട് ആണ് നമ്മുടെ കമ്പനിയിലേക്ക് റിസീവ് ചെയ്തിട്ടുള്ളത് ദാറ്റ് വിൽ ബി ഡെബിറ്റഡ് ഇൻ ദ ബാങ്ക് അക്കൗണ്ട് ആൻഡ് ഫേസ് വാല്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് എത്രയാണ് ദാറ്റ് വിൽ ബി ക്രെഡിറ്റഡ് ഇൻ ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട്. എത്ര രൂപ പ്രീമിയത്തിനാണോ നമ്മൾ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ആ പ്രീമിയം എമൗണ്ട് വിൽ ബി ക്രെഡിറ്റഡ് ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. നൗ കംസ് ദ സിറ്റുവേഷൻ ഓഫ് ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് അറ്റ് ഡിസ്കൗണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ എത്ര രൂപ ഡിസ്കൗണ്ടിനാണ് നമ്മൾ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് ആ ഡിസ്കൗണ്ടഡ് ഫിഗർ ഹാസ് ടു ബി ഡെബിറ്റഡ് ടു an account which is known as debenture discount account. Thus the journal entry will be bank account debtor debenture discount account debtor to debentures account. അപ്പോൾ ഇതിൽ ഡിസ്കൗണ്ടഡ് ഫിഗർ ആണ് ഡിബെഞ്ചർ ഡിസ്കൗണ്ട് അക്കൗണ്ടിലേക്ക് നമ്മൾ ഡെബിറ്റ് ചെയ്യുക. ഡിബെഞ്ചേഴ്സ് അക്കൗണ്ടിൽ ഫേസ് വാല്യൂ ബാങ്ക് അക്കൗണ്ടിൽ ടോട്ടൽ എത്ര എമൗണ്ട് ആണോ റിസീവ് ചെയ്തിട്ടുള്ളത് അതും നമ്മൾ പോസ്റ്റ് ചെയ്യും. സോ ദീസ് ത്രീ ആർ ദ സിറ്റുവേഷൻസ് വെൻ an issue of debenture has been made at par value or premium value or discounted price. Issue of debentures in the journal entry will be quite easy for us because we have already covered how we will journalize the issue of shares. Issue of shares journalize ചെയ്ത സെയിം പാറ്റേണിലാണ് ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സിൻ്റെയും journalization വരുന്നത്. The only difference is that issue of sharesൽ wherever we have applied shares, share application, share capital, share allotment, share first call, share second call or share final call, അവിടെയും we are just replacing the share account with a debenture account. So that will be known as a debenture application, debenture account, debenture allotment, debenture first call, debenture second call, debenture final call, likewise. So once you are familiar with the issue of shares journalization, then the issue of debentures journalization will be quite easy.
Let's see one by one. First journal entry is done on receipt of application money. On receiving application money, the amount will be credited to debenture application account. The journal entry is bank account debtor to debentures application account. And on transferring this application money, once the application money has been received to the company, the same amount should be transferred to debenture account. ഏതെങ്കിലും രീതിയിൽ അപ്ലിക്കൻസിന് നമ്മൾ അലോട്ട്മെൻറ്റ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് അവർക്ക് റീഫണ്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അതല്ല അലോട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിസീവ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ മണി ഡിബെഞ്ചർ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുവാണ്. സോ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി ആണ് ഡിബെഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ആപ്ലിക്കൻസിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ റിജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആപ്ലിക്കേഷൻ മണി നമ്മൾ റീഫണ്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ റിസീവ് ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിവേഴ്സിംഗ് എൻട്രി വിൽ മാർക്ക് ദ റീഫണ്ട് ഓഫ് ഡിബെഞ്ചർ ആപ്ലിക്കേഷൻ മണി. ദ ജേണൽ എൻട്രി ഇസ് ഡിബെഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ to bank account. If there is any kind of surplus application money, ഇപ്പോൾ ഓവർ സബ്സ്ക്രിപ്ഷൻ ഒക്കെ വന്ന് ആപ്ലിക്കേഷൻ മണിയിൽ സർപ്ലസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ then the same amount should be adjusted to the coming future amounts. Like നെക്സ്റ്റ് വരുന്നത് അലോട്ട്മെൻറ്റ് ആയിരിക്കും. അപ്പോൾ അലോട്ട്മെൻറ്റിലേക്ക് നമ്മൾ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ജേണൽ എൻട്രിയിൽ പറയുന്നത്. സോ ഓൺ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് സർപ്ലസ് ഡിബെഞ്ചർ ആപ്ലിക്കേഷൻ മണി, the journal entry is debenture application account debtor to debentures allotment account. Now the next situation happens when the allotment money becomes due. Allotment money due ആവുന്ന journal entry ആണ് debentures allotment account debtor to debentures account. ഈ allotment money കമ്പനിയിലേക്ക് റിസീവ് ചെയ്യുന്ന സമയത്ത് റിസീവിംഗ് ജേണൽ എൻട്രി നമുക്ക് പോസ്റ്റ് ചെയ്യാം ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബെഞ്ചേഴ്സ് അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. അലോട്ട്മെൻറ്റ് മണി ആയിട്ട് റിസീവ് ചെയ്തിട്ടുള്ള തുക നമ്മൾ ഡിബെഞ്ചേഴ്സ് അലോട്ട്മെൻറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് ജേർണലൈസ് ചെയ്യാനായിട്ടുള്ളത് ഫസ്റ്റ് കോൾ മണി ഡ്യൂ ആവുന്ന ജേർണൽ എൻട്രി ആണ് ഡിബെഞ്ചർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട്. ഫസ്റ്റ് കോൾ മണി റിസീവ് ചെയ്യുമ്പോൾ വി വിൽ ക്രെഡിറ്റ് ഡിബെഞ്ചർ ഫസ്റ്റ് കോൾ എമൗണ്ട് വിത്ത് ദ സെയിം amount we received as part of first call money. So on receipt of first call money, the journal entry is bank account debtor to debentures first call account. അതിനുശേഷം വരുന്ന എല്ലാ കോൾ റിലേറ്റഡ് ആയിട്ടുള്ള ജേണൽ എൻട്രീസും ഫസ്റ്റ് കോൾ മണിയുടെ ഡ്യൂ ആവുന്ന ജേണൽ എൻട്രിയും റിസീവിംഗ് ജേണൽ എൻട്രിയും പോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ലൈക്ക് വാട്ട് വി ഹാവ് ബീൻ ഡൂയിങ് ഇൻ ദ കേസ് ഓഫ് ഇഷ്യൂ ഓഫ് ഷെയർസ്, അതുപോലെ തന്നെ ഇവിടെയും സിമിലർ കോൾ മണി എൻട്രീസ് നമുക്ക് ഇതുപോലെ തന്നെ പോസ്റ്റ് ചെയ്ത് കാണിക്കാവുന്നതാണ്. So far we learnt about issue of debentures from a price point of view. There are three situations like issue of debentures at par value, premium value and discounted price. And we have seen the journalization regarding the issue of debentures from a price point of view. Now we will try to do a problem on the basis of all these theoretical portion. The question is, a company issued 10,000 debentures of rupees 100 each for subscription. The debenture monies are payable as follows: rupees 30 on application, rupees 40 on allotment, rupees 20 on first call and rupees 20 on second call. A person who holds 200 debentures fails to pay the amount due at the time of allotment. He, however, pays this amount with the first call money. Another person who is holding 400 debentures has paid all the calls in advance at the time of allotment. Past journal entries. So the question clearly states that company offer ചെയ്യുന്നത് 10,000 debentures ആണ്. അതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 100 രൂപയാണ്. ഇതെങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ്റെ സമയത്ത് 30 രൂപയും അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് 40 രൂപയും ഫസ്റ്റ് കോളിൻ്റെ സമയത്ത് 20 രൂപയും സെക്കൻഡ് കോളിൻ്റെ സമയത്ത് 10 രൂപയും. സോ 30 + 40 + 20 + 10 ഇറ്റ് കംസ് ടു എ ടോട്ടൽ ഓഫ് 100 rupees. സോ ഈ ഒരു ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് ചെയ്തിട്ടുള്ളത് പാർ വാല്യൂലാണ്. ദാറ്റ് ഈസ് ഇഷ്യൂ പ്രൈസും
ഫേസ് വാല്യൂവും ഈക്വൽ ആണ് ഇവിടെ. സോ ദിസ് പെർട്ടിക്കുലർ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് ഹാസ് ബീൻ മെയ്ഡ് അറ്റ് പാർ വാല്യൂ. പിന്നെ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. 200 ഡിബെഞ്ചേഴ്സ് അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാർ അവർ അലോട്ട്മെൻറ്റ് മണി തരേണ്ട സമയത്ത് തന്നിട്ടില്ല. സോ അവിടെ ഒരു നോൺ പേയ്മെൻറ്റ് ഓഫ് അലോട്ട്മെൻറ്റ് മണി ഓൺ 200 ഡിബെഞ്ചേഴ്സ് നമുക്ക് പോസ്റ്റ് ചെയ്ത് കാണിക്കാനായിട്ടുണ്ട്. അവർ എപ്പോഴാണ് ഈ ഒരു അരിയർ വന്നിട്ടുള്ള എമൗണ്ട്, ഈ 200 ഡിബെഞ്ചേഴ്സിൻ്റെ നോൺ പേയ്മെൻറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് കോൾസ് ഇൻ അരിയർ. ഈ ഒരു അരിയർ ഓൺ അലോട്ട്മെൻറ്റ് അവർ പേ ഓഫ് ചെയ്തിട്ടുണ്ട്. എപ്പോഴാണ് പേ ഓഫ് ചെയ്തിട്ടുള്ളത്? പിന്നീട് ഫസ്റ്റ് കോൾ മണി റിസീവ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു എമൗണ്ട് കമ്പനിയിലേക്ക് അവർ പേ ഓഫ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദർ ഇസ് നോദർ പേഴ്സൺ ഹു ഈസ് ഹോൾഡിംഗ് 400 ഡിബെഞ്ചേഴ്സ്. അപ്പോൾ 400 ഡിബെഞ്ചേഴ്സിന് അപ്ലിക്കൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരാൾ, അയാളുടെ കയ്യിൽ കാശ് അത്യാവശ്യം സഫീഷ്യൻ്റ് ആയിട്ടുള്ളത് കൊണ്ടായിരിക്കാം അയാൾ നേരത്തെ തന്നെ 400 ഡിബെഞ്ചേഴ്സിൻ്റെ റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ കോൾ മണി അടക്കം അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് തന്നെ പേ ഓഫ് ചെയ്തിട്ടുണ്ട്. സോ പാർ വാല്യൂലാണ് ഇവിടെ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് സംഭവിച്ചിട്ടുള്ളത്. 200 ഡിബെഞ്ചറിൻ്റെ ഒരു ആപ്ലിക്കൻറ്റ് ആ 200 ഡിബെഞ്ചേഴ്സിൻ്റെയും അലോട്ട്മെൻറ്റ് മണി തരേണ്ട സമയത്ത് തന്നിട്ടില്ല, ഫസ്റ്റ് കോൾ മണിയുടെ സമയത്താണ് തന്നിട്ടുള്ളത്. 400 ഡിബെഞ്ചേഴ്സിൻ്റെ ഒരു ആപ്ലിക്കൻറ്റ് നേരത്തെ തന്നെ അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് തന്നെ ഇനി വരുന്ന എല്ലാ കോൾ മണി അടക്കം പേ ഓഫ് ചെയ്തിട്ടുമുണ്ട്. ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ലെറ്റ്സ് സോൾവ് ദ പ്രോബ്ലം. Journal entries in the books of the company. The first journal entry relates with the receipt of application money. 10,000 ഡിബെഞ്ചേഴ്സ് ആണ് നമുക്ക് ഇഷ്യൂ ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തിട്ടുള്ളത്. 30 രൂപ വെച്ചിട്ടാണ് ആപ്ലിക്കേഷൻ മണി നമ്മൾ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ 10,000 ഡിബെഞ്ചേഴ്സിന് 30 റുപ്പീസ് വെച്ച് 3 lakh rupees നമ്മുടെ കമ്പനിയിലേക്ക് ഡിബെഞ്ചർ ആപ്ലിക്കേഷൻ മണി ആയിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട്. സോ ദ സെയിം റിസീവ്ഡ് എമൗണ്ട് വിൽ ബി ക്രെഡിറ്റഡ് ടു ഡിബെഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്. ദ ജേർണൽ എൻട്രി ഇസ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 3 lakh to debentures application account 3 lakhs. Narration is being application money of 10,000 debentures at rupees 30 each received. Now the next step what we have to do is റിസീവ് ചെയ്തിട്ടുള്ള ഈ എമൗണ്ട് എല്ലാതും നമ്മൾ ആർക്കും റീഫണ്ട് ചെയ്യുന്നതായിട്ട് പറയുന്നില്ല. അപ്പോൾ റിസീവ് ചെയ്തിട്ടുള്ള ഈ തുക മുഴുവനായിട്ട് തന്നെ നമുക്ക് ഡിബെഞ്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ മണി വന്ന് കിടക്കുന്നത്, ആപ്ലിക്കേഷൻ മണി വന്ന് കിടക്കുന്നത് ഡിബെഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ മണി അവിടെ നിന്ന് നമ്മൾ ഡിബെഞ്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാണ്. സോ ഡിബെഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ 3 lakhs to debentures account 3 lakhs. Being the application money of 10,000 debentures at rupees 30 each has been transferred to debentures account. ഇവർക്ക് എല്ലാവർക്കും അലോട്ട്മെൻറ്റ് കൊടുക്കുമ്പോഴാണ് ഈ മുഴുവൻ തുകയും നമ്മൾ ഡിബെഞ്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്ന ജേർണൽ എൻട്രിയും അത് എങ്ങനെയാണ് ഡിബെഞ്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നുള്ള ജേർണൽ എൻട്രിയും നമ്മൾ കണ്ടു. അടുത്തതായിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാനായിട്ടുള്ളത് ഡിബെഞ്ചർ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആവുന്ന ജേർണൽ എൻട്രിയാണ്. 10,000 ഡിബെഞ്ചേഴ്സിന് 40 രൂപ വെച്ചിട്ടാണ് അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആയിട്ടുള്ളത്. The journal entry is debentures allotment account debtor 4 lakhs to debentures account 4 lakhs. Being the allotment money due on 10,000 debentures at rupees 40 per debenture. Now the next journal entry we have to deal it with in a very careful manner. നമുക്ക് അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് ഒരു 400 ഡിബെഞ്ചേഴ്സിൻ്റെ അഡ്വാൻസ് കോൾ മണി റിസീവ് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റിൻ്റെ കേസിലൊരു 200 ഡിബെഞ്ചറിൻ്റെ ആപ്ലിക്കൻ്റ് എമൗണ്ട് പേ ഓഫ് ചെയ്യാത്ത സിറ്റുവേഷനും, ഈ രണ്ട് സിറ്റുവേഷനും നമുക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുന്ന ജേർണൽ എൻട്രിയുടെ സമയത്ത് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഐ റിപ്പീറ്റ്, അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുന്ന സമയത്ത് 200 ഡിബെഞ്ചറിൻ്റെ ആപ്ലിക്കൻ്റ് തരാത്ത എമൗണ്ട് കുറയ്ക്കണം. 400 ഡിബെഞ്ചേഴ്സിൻ്റെ ആപ്ലിക്കൻ്റ് കോൾ മണി അഡ്വാൻസ് ചെയ്ത് തന്നിട്ടുള്ള ആ ഒരു സിറ്റുവേഷനും കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു കമ്പൈൻഡ് ജേർണൽ എൻട്രിയാണ് നമ്മൾ അലോട്ട്മെൻറ്റ് റിസീവിങ് എമൗണ്ടിൽ ആ ഒരു എൻട്രിയിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ
അലോട്ട്മെൻറ്റ് മണി ശരിക്കും റിസീവ് ചെയ്തിട്ടുള്ളത് 10,000-ൽ 200 ഡിബെഞ്ചറിൻ്റെ എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടില്ല. ബാക്കി 9,800 ഡിബെഞ്ചേഴ്സ് അറ്റ് ദ റേറ്റ് ഓഫ് 40 റുപ്പീസ്. ഈ ഒരു എമൗണ്ടാണ് ആക്ച്വലി അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്തതായിട്ട് കാണിക്കേണ്ട ആവശ്യമുള്ളൂ. അതായത് ഡിബെഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത് 9,800 ഡിബെഞ്ചേഴ്സ് അറ്റ് ദ റേറ്റ് ഓഫ് 40 റുപ്പീസ് മാത്രമായിരിക്കും. ആൻഡ് ദ എമൗണ്ട് ഇസ് 3,92,000. കോൾസ് ഇൻ അഡ്വാൻസിലേക്ക് 400 ഡിബെഞ്ചറിൻ്റെ ആപ്ലിക്കൻറ്റ് തന്നിട്ടുള്ള മുൻകൂട്ടി തന്നിട്ടുള്ള എമൗണ്ട് 30 രൂപ വെച്ച്, അതായത് റിമൈനിങ് കോൾസ് എന്ന് പറയുന്നത് 20 rupees on first call and 10 rupees on second call ആണ്. സോ ഓൾ ടുഗെദർ 30 രൂപ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കോൾ ആയിട്ട് ടോട്ടൽ വന്നിട്ടുള്ള എമൗണ്ട് 400 ഡിബെഞ്ചറിൻ്റെ മുകളിലുള്ള തുകയാണ് അഡ്വാൻസ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഈ പറഞ്ഞിട്ടുള്ള 400 ഡിബെഞ്ചേഴ്സിൻ്റെ മുകളിൽ 30 രൂപ വെച്ച് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കോൾ മണിയും കൂടെ ഒരുമിച്ച് 30 രൂപ വെച്ചിട്ടുള്ള എമൗണ്ട്, ദാറ്റ് ഈസ് 12,000 റുപ്പീസ് ആണ് കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കാണിക്കേണ്ടത്. ഈ ഒരു കമ്പൈൻഡ് ജേർണൽ എൻട്രിയാണ് നമ്മൾ അടുത്തതായിട്ട് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദ ജേർണൽ എൻട്രി ഇസ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 4,04,000 to debentures allotment account 3,92,000 to debentures calls in advance account 12,000. Being allotment money received on 9,800 debentures at rupees 40 each and call money on 400 debentures received in advance at rupees 30 each. That 30 rupees comes from a combined total of 20 on first call and 10 on second call. ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നത് ഈ അലോട്ട്മെൻറ്റ് വഴി വന്നിട്ടുള്ള എമൗണ്ടും കോൾസ് ഇൻ അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തിട്ടുള്ള എമൗണ്ടുമാണ്, വിച്ച് കംസ് ടു എ ടോട്ടൽ ഓഫ് rupees 4,04,000. അടുത്തതായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ടുള്ളത് ഫസ്റ്റ് കോൾ മണി ഡ്യൂ ആവുന്ന സിറ്റുവേഷനാണ്. 10,000 ഡിബെഞ്ചേഴ്സിൻ്റെ മുകളിൽ ഫസ്റ്റ് കോൾ മണി 20 റുപ്പീസ് വെച്ചിട്ടാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡ്യൂ ആവുന്ന ജേർണൽ എൻട്രി നോക്കാം. ഡിബെഞ്ചേഴ്സ് ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റർ 2 lakhs to debentures account 2 lakhs. Being the amount of first call money due on 10,000 debentures at rupees 20 each. Now comes the journal entry for receipt of first call money. But before that 400 ഡിബെഞ്ചറിൻ്റെ എമൗണ്ട് നമ്മൾ ഓൾറെഡി അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് തന്നെ റിസീവ് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. സോ ദാറ്റ് എമൗണ്ട് ഇസ് ഇപ്പോൾ ഉള്ളത് കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ടിലാണ്. സോ ദാറ്റ് എമൗണ്ട് ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു ഫസ്റ്റ് കോൾ അക്കൗണ്ട്. അപ്പോൾ ട്രാൻസ്ഫറിങ് ജേർണൽ എൻട്രി ആണ് റിസീവിങ് ജേർണൽ എൻട്രിയേക്കാൾ മുൻപ് നമ്മൾ പോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കിടക്കുന്ന കോൾസ് ഇൻ അഡ്വാൻസിലുള്ള ഫസ്റ്റ് കോൾ റിലേറ്റ് ചെയ്ത് വരുന്ന തുക കോൾസ് ഇൻ അഡ്വാൻസിൽ നിന്ന് ഡെബിറ്റ് ചെയ്തെടുത്ത് ഫസ്റ്റ് കോൾ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് കാണിക്കുന്നു. സോ ഡിബെഞ്ചർ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെറ്റർ 8,000 to debentures first call account 8,000. The narration is being the first call money received in advance on 400 debentures at rupees 20 each transferred to debentures first call account. അടുത്തതായിട്ട് നമുക്ക് ഫസ്റ്റ് കോൾ മണി റിസീവ് ചെയ്യുന്നതായിട്ട് കാണിക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് ഒരു 200 ഡിബെഞ്ചറിൻ്റെ ആപ്ലിക്കൻറ്റ് അലോട്ട്മെൻറ്റ് മണി തരാതിരിക്കുകയും ഫസ്റ്റ് കോൾ മണിയുടെ സമയത്താണ് ആൾ ആ എമൗണ്ട് നമുക്ക് നമ്മുടെ കമ്പനിയിലേക്ക് തന്നിട്ടുള്ളത്, പേ ഓഫ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കൺസിഡർ ചെയ്യണം. ഡിബെഞ്ചർ അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു റിലേറ്റ് ചെയ്ത് വരുന്ന എമൗണ്ട് ഇപ്പോൾ റിസീവ് ചെയ്തതായിട്ട് കാണിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കോൾ മണി റിസീവ് ചെയ്യുന്ന എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി അഡ്വാൻസായി നമുക്കൊരു 400 ഡിബെഞ്ചറിൻ്റെ എമൗണ്ട് റിസീവ് ചെയ്തിട്ടുണ്ട്. ആ എമൗണ്ട് കഴിച്ച് ബാക്കിയുള്ള തുക മാത്രമാണ് ഫസ്റ്റ് കോൾ റിലേറ്റ് ചെയ്ത് ഇപ്പോൾ നമ്മുടെ കമ്പനിയിലേക്ക് റിസീവ് ചെയ്തതായിട്ട് കാണിക്കേണ്ട ആവശ്യം ഉള്ളൂ. ദാറ്റ് മീൻസ് അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് നോൺ പേയ്മെൻറ്റ് വരുത്തിയിട്ടുള്ളത് 200 ഡിബെഞ്ചേഴ്സിൻ്റെ മുകളിൽ 40 രൂപ വെച്ചിട്ടാണ്. ദാറ്റ് ഈസ് 8,000 റുപ്പീസ്. അപ്പോൾ ഈ ഒരു 8,000 റുപ്പീസാണ് ഡിബെഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ടിലേക്ക്
ഈ ഒരു ജേർണലൈസേഷനിൽ നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് കാണിക്കാനായിട്ടുള്ളത്. ഫസ്റ്റ് കോൾ മണിയുടെ കേസിൽ 400 ഡിബെഞ്ചേഴ്സിന് മുകളിലുള്ള 20 രൂപ വെച്ച് 8,000 നമുക്ക് ഓൾറെഡി റിസീവ് ചെയ്തിട്ടുണ്ട്. റിമൈനിങ് 9,600 ഡിബെഞ്ചേഴ്സിന് 20 റുപ്പീസ് വെച്ച് വരുന്ന എമൗണ്ട്, ദാറ്റ് ഈസ് 1,92,000 റുപ്പീസ്. ആ ഒരു എമൗണ്ട് ആണ് ഫസ്റ്റ് കോൾ എമൗണ്ട് ആയിട്ട് ഇപ്പോൾ ഫസ്റ്റ് കോൾ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഓൾ ടുഗെദർ 8,000 അലോട്ട്മെൻറ്റിൻ്റെ കെയർ ഓഫിലും 1,92,000 ഫസ്റ്റ് കോളിൻ്റെ കെയർ ഓഫിലും, അങ്ങനെ ടോട്ടൽ 2 lakh റുപ്പീസ് നമുക്ക് ഈ ഒരു സമയത്ത്, അതായത് ഫസ്റ്റ് കോൾ മണി റിസീവ് ചെയ്യുന്നൊരു സമയത്ത് ടോട്ടൽ റിസീറ്റ് ആയിട്ട് കാണിക്കാവുന്നതാണ്. ദ ജേർണൽ എൻട്രി ഇസ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 2 lakhs, to debenture allotment account 8,000, to debentures first call account 1,92,000. The narration is, being arrears on allotment money received on 200 debentures at rupees 40 each and call money received on 9,600 debentures at rupees 20 each. Next we have to post the journal entry regarding the second call money when it becomes due. Debenture second call account debtor 1 lakh to debentures account 1 lakh, being the amount of second call money due on 10,000 debentures at rupees 10 each. The last journal entry relates to the receipt of second call money. അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് 400 ഡിബെഞ്ചറിൻ്റെ ആപ്ലിക്കൻറ്റ് ഓൾറെഡി എമൗണ്ട് അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ കിടക്കുന്നത് കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ടിലാണ്. അവിടെ നിന്ന് എടുത്ത് നമുക്ക് ഡിബെഞ്ചർ സെക്കൻഡ് കോൾ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കാണിക്കണം. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ റിസീവ് ചെയ്യുന്ന ജേർണൽ എൻട്രിയിൽ ഈ 400ൻ്റെ എമൗണ്ട് റിസീവ് ചെയ്തതായിട്ട് കാണിക്കേണ്ട, നമ്മളത് ഓൾറെഡി ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുവരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കമ്പൈൻഡ് ജേർണൽ എൻട്രി ആണ് ലാസ്റ്റ് ജേർണൽ എൻട്രി ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ ദ സിറ്റുവേഷൻ ഈസ് 400 ഡിബെഞ്ചറിൻ്റെ ആപ്ലിക്കൻറ്റ് സെക്കൻഡ് കോൾ മണി ആയിട്ട് വരുന്ന തുക അലോട്ട്മെൻറ്റ് മണിയുടെ സമയത്ത് തന്നെ പേ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കോൾസ് ഇൻ അഡ്വാൻസിലാണ് ആ എമൗണ്ട് ഇപ്പോൾ എടുക്കുന്നത്. ആ കോൾസ് ഇൻ അഡ്വാൻസിൽ നിന്ന് എടുത്ത് ഡിബെഞ്ചർ സെക്കൻഡ് കോളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അത് കഴിച്ച് ബാക്കിയുള്ള തുക ഇപ്പോൾ റിസീവ് ചെയ്യുന്നതായിട്ട്, സെക്കൻഡ് കോൾ മണി ആയിട്ട് റിസീവ് ചെയ്യുന്നതായിട്ട് കാണിക്കണം. അപ്പോൾ കോൾസ് ഇൻ അഡ്വാൻസിൽ 400 ഡിബെഞ്ചറിൻ്റെ സെക്കൻഡ് കോൾ മണി ആയിട്ടുള്ള 10 റുപ്പീസ് വെച്ച് 4,000 റുപ്പീസാണ് കോൾസ് ഇൻ അഡ്വാൻസിൽ സെക്കൻഡ് കോളിനെ ബേസ് ചെയ്ത് വന്ന് കിടക്കുന്ന തുക എന്ന് പറയുന്നത്. അവിടെ നിന്ന് ആ 4,000 എടുത്ത് നമ്മൾ ഡിബെഞ്ചർ സെക്കൻഡ് കോളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ 4,000ൻ്റെ എമൗണ്ട് കഴിച്ച് ബാക്കി 1 lakh റുപ്പീസിൽ ബാക്കിയുള്ളത് 96,000 റുപ്പീസാണ്, വിച്ച് കംസ് as പാർട്ട് ഓഫ് 9,600 ഡിബെഞ്ചേഴ്സ് അറ്റ് rupees 10 ഈച്ച്. ആ എമൗണ്ട് ഇപ്പോൾ സെക്കൻഡ് കോൾ മണിയായിട്ട് റിസീവ് ചെയ്യുന്നതായിട്ടും കാണിക്കാം. So the last journal entry is debentures calls in advance account debtor 4,000, bank account debtor 96,000 to debentures second call account 1 lakh. The narration is, being the second call money received in advance on 400 debentures at rupees 10 each, transfers from debenture calls in advance account to debenture first call account, and second call money received on 9,600 debentures at rupees 10 each. I hope you got a clear-cut idea regarding issue of debentures from price point of view. Thank you so much for listening.